24 ന്യൂസിന്റെ ഒരു വാർത്തയുടെ ഒരു ഇത് ഞാൻ ഇന്ന് എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഞാൻ ഇട്ടിരുന്നു. അത് നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ആ ഫേസ്ബുക്ക് പേജിനകത്ത് 24 ന്യൂസ് ഹാഷ്മിയെ ടാഗ് ചെയ്തിട്ടാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. ഹാഷ്മി ഇങ്ങനെയൊന്നും അല്ല കരഞ്ഞത്. അപ്പം ഇനി കരച്ചിലിന്റെ ഒരു എന്താ പറയുന്ന രീതി മാറ്റിപ്പിടിക്കാം എന്ന് ചിന്തിച്ചിട്ട് മാറ്റിപ്പിടിച്ച് കരയുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. എങ്കിൽ തന്നെയും രസമുണ്ട് കേൾക്കാനായിട്ട്. ഈ അക്കരെ 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 സിനിമയ്ക്കകത്ത് ഈ പശുക്കൾ കരയുന്ന സമയത്ത് നമ്മുടെ മോഹൻലാൽ ചോദിക്കും, എന്താ ദാസ ഈ കരച്ചിൽ കേൾക്കാൻ നല്ലൊരു സുഖമില്ലേ എന്ന് പറയുന്നത് പോലെ ഇപ്പോൾ സുടുക്കളുടെ ഒരു കരച്ചിൽ കേൾക്കാൻ നല്ല സുഖമാണ്. അതൊരു ഒന്നൊന്നര സുഖമാണ്. അപ്പം ആ ഒരു നല്ലൊരു സുഖമുള്ള ഒരു കരച്ചില് അത് എല്ലാവരും കേട്ടിരിക്കണം എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. കാരണം ഇത് എപ്പോഴും ഉള്ളതാണല്ലോ നമുക്കിങ്ങനെ. അവസാനം നമ്മളൊരു എന്താ പറയുക മാസ്മരികത നിറഞ്ഞ ഒരു കണ്ണുനീരിലൂടെ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും സ്വയം ആശ്വസിച്ച് നിറകുടമാകുന്ന ടീംസ് ആണല്ലോ നമ്മൾ പൊതുവെ എന്ന് പറയുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്നത് ആക്ച്വലി ഇസ്രായേലിന്റെ ഡിഫൻസ് എന്ന് പറയുന്നത് തന്നെ ഇപ്പം നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേലിന്റെ അയൺ ഡോമിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്ത് കളയുവാനായിട്ട് ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ സംവിധാനങ്ങൾക്ക് അതിന്റെ ശക്തി, അതിന്റെ പ്രഹരത്തെ ഞാനിപ്പോ വന്നതേ ഉള്ളൂ ലൈവില്, അതിന്റെ പ്രഹരശേഷിയെ നശിപ്പിച്ചു കളയുവാനായിട്ട് ഇറാന്റെ മിസൈലുകൾക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞാണ് ആശ്വസിക്കുന്നത്. കരയുമ്പം ആ ഒരു തരത്തിലാണ് ഇപ്പൊ കരയുന്നത് തന്നെ. എന്തായാലും കരയട്ടെ. ആക്ച്വലി എന്റെ പ്രിയ സഹോദരങ്ങളെ, അയൺ ഡോം അല്ല ഈ ഇറാന്റെ മിസൈലുകളെ പ്രതിരോധിച്ചത് എന്നുള്ള കാര്യമെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ജസ്റ്റ് എന്താണ് അയൺ ഡോം, എന്താണ് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുന്ന പ്രതിരോധ സംവിധാനം എന്തൊക്കെയാണ് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് അറിയുക. അല്ലാതെ ചുമ്മാ കിടന്നിട്ട് മെഴുകരുത്. അതാണ് കേരളത്തിന്റെ മാധ്യമങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒന്നും ഒരിടത്തൊന്നും അറിയത്തില്ല. എവിടുന്നോ ഏതോ ഇടുന്നൊരു വാർത്തയിൽ നിന്നും എന്തൊക്കെയോ എടുത്ത് പറയുന്നു എന്നല്ലാണ്ട് യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ എന്താണ് എന്താ പറയുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങൾ എന്നൊന്നും അറിയാതെ ചുമ്മാ കിടന്ന് കുരയ്ക്കുകയാണ് സത്യത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ. ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ തീവ്രവാദികൾ 2023 ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേലിലെ ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി സയ്യിദ് എടച്ചലപ്പലം ആദ്യം സ്വന്തം പ്രൊഫൈലിൽ വന്നിട്ട് നമുക്ക് കമന്റ് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് പിന്നെ കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ ചെല്ല് സയ്യിദ് എടച്ചെല്ലം ഒന്ന് അങ്ങോട്ട് മാറിയിരുന്ന് കര ചെല്ല്. അപ്പം ഇസ്രായേലില് ഒക്ടോബർ 7-ാം തീയതി ഹമാസ് തീവ്രവാദികൾ നുഴഞ്ഞു കയറി ആക്രമിച്ചപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞ എന്താണ്? കേരളത്തിലെ മാധ്യമങ്ങൾ പറഞ്ഞത്, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനത്തിന് എന്തു പറ്റി, ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിന് വീഴ്ച പറ്റിയേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങ് ആഹ്ലാദിക്കുക. അയൺ ഡോം എന്ന് പറയുന്നത് എന്തിനാണ്? മിസൈലുകൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കുവാനുള്ളതാണ് അയൺ ഡോം എന്ന് പറയുന്നത്. അല്ലാതെ ഒരു മനുഷ്യൻ കയറി വന്ന് യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ ആ മനുഷ്യനോട് എന്താ പറയുന്ന തോക്കുകളുമായിട്ട് വരുന്നവരെ പ്രതിരോധിക്കാനുള്ള ഒരു കമ്പ്യൂട്ടറൊന്നും അല്ല അയൺ ഡോം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു റോബോട്ട് അല്ല അയൺ ഡോം എന്ന് പറയുന്നത്. അതൊരു മിസൈൽ സംവിധാനമാണ്, ഒരു പ്രതിരോധിക്കാനുള്ള ഒരു മിസൈൽ സംവിധാനമാണത്. അപ്പോൾ അതാണ് അയൺ ഡോം. അപ്പോൾ ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾക്ക് അറിയത്തില്ല ഈ എന്താ പറയുന്ന ഈ ഇറാനുമായിട്ടുള്ള യുദ്ധത്തില് അയൺ ഡോമിന്റെ പ്രതിരോധ സംവിധാനത്തെ തകർത്തു കളയുവാൻ, അതിന്റെ പ്രതിരോധ ശേഷിയുടെ ക്ഷതമേൽപ്പിക്കുവാൻ, അതിന് ഇത്രമാത്രമേ പ്രതിരോധ ശേഷി ഉള്ളൂ എന്ന് ലോകത്തോട് കാണിച്ചു കൊടുക്കുവാനൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞുള്ള രീതിയിൽ കുരയ്ക്കുകയാണ്. സത്യത്തിൽ പ്രിയ സഹോദരങ്ങളെ, അയൺ ഡോം അല്ല ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൽ പ്രതിരോധം നടത്തിയത്. താഡ് എന്ന് പറയുന്ന ഒരു പ്രതിരോധ സംവിധാനമാണ്. കാരണം ഇറാനിൽ നിന്നും അയച്ചിരിക്കുന്നത് ബാലിസ്റ്റിക്
മിസൈലുകളാണ് ഇറാനിൽ നിന്നും അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ താഡ് എന്ന് പറയുന്ന ആ ഒരു ഡിഫൻസ് സിസ്റ്റം ഉപയോഗിച്ച് മാത്രമേ അതിനെ പ്രതിരോധിക്കാൻ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒന്നാണ് താഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം. അല്ലാതെ അയൺ ഡോം അല്ല ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇസ്രായേൽ അയൺ ഡോം ഉപയോഗിച്ചിരിക്കുന്നത് ആകെ കൂടിപ്പോയാൽ നമ്മുടെ അവിടുന്ന് വന്ന ഡ്രോണുകളെ തകർക്കാനൊക്കെയാണ് അയൺ ഡോം യൂസ് ആക്കിയത്. അതുകൊണ്ടാണ് ഒരു ഡ്രോണും ഇവിടെ പതിച്ചിട്ടില്ല. നിങ്ങൾക്കറിയാം, ഇവിടെ ഇസ്രായേലിൽ ഒരു ഡ്രോണുകളും ഇവർ വിട്ട ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇവിടെ വന്നിരുന്നു. അതിലൊരു ഡ്രോണും ഇസ്രായേലിൽ പതിച്ചില്ല. കാരണം എന്തുകൊണ്ടാണ്? അയൺ ഡോം പ്രതിരോധിച്ചത് കൊണ്ടാണ്. പക്ഷെ താഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റമാണ് ആരുപയോഗിച്ചത്. ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ താഡ് എന്ന് പറയുന്ന ഒരു പുതിയ ഡിഫൻസ് സിസ്റ്റം വേണം യൂസ് ചെയ്യാനായിട്ട്. അതാണ് ഇസ്രായേൽ ഉപയോഗിച്ചത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ താഡ് എന്ന് പറയുന്ന ഡിഫൻസ് സിസ്റ്റം യൂസ് ചെയ്തപ്പോൾ ചിലതൊക്കെ നിലത്ത് വീഴാൻ കാരണം? അവർ 99% എന്ത് ചെയ്തു? തകർത്ത് കളയുകയാണ് ചെയ്തത്. ബാക്കി 1% വന്നതാണ് നിലത്ത് വീണത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡിഫൻസ് സിസ്റ്റത്തെ, താടെന്ന് പറയുന്ന പുതിയ ഈ ഡിഫൻസ് സിസ്റ്റത്തെ ഇതിനു മുമ്പ് ആര് പരിശീലിച്ചിട്ടില്ല? ഇസ്രായേൽ പരിശീലിച്ചിട്ടില്ല. അത് ചെയ്തിട്ടില്ല ഇസ്രായേൽ. അപ്പോൾ ഇപ്പോൾ 1-2 യുദ്ധത്തിൽ മാത്രമേ ഇസ്രായേൽ ഈ താഡ് എന്ന് പറയുന്ന പ്രതിരോധ ഡിഫൻസിനെ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ അയൺ ഡോം ആവുമ്പോൾ അവർക്ക് അറിയാം എങ്ങനെ അതൊക്കെ ഉപയോഗിക്കണം. അതുകൊണ്ട് പട എന്ന് പറഞ്ഞുകൊണ്ട് അയൺ ഡോമിനെ യൂസ് ആക്കാൻ അവർക്കറിയാം. അയൺ ഡോമും ആണെങ്കിൽ നിസ്സാരമായിട്ട് ഒരെണ്ണം പോലും നിലത്ത് പതിക്കാതെ വണ്ണം അവർക്ക് പ്രതിരോധിക്കാൻ അറിയാം. കാരണം സ്ഥിരമായിട്ട് അയൺ ഡോമിന്റെ ഡിഫൻസ് സിസ്റ്റം കൈകാര്യം ചെയ്യുന്നതാണ് അവര്. പക്ഷെ ഇസ്രായേൽ ഇപ്പോൾ അവർ ചെയ്തത് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കണമെങ്കിൽ താഡ് സംവിധാനമാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ആ താഡ് എന്ന് പറയുന്ന പ്രതിരോധ സിസ്റ്റത്തെ, അതായത് ഡിഫൻസ് സിസ്റ്റത്തെ ഉപയോഗിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് ഉണ്ടാകുന്ന പാകപ്പിഴകൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങൾ ഏതൊരു തൊഴിൽ ചെയ്താലും ആ തൊഴിൽ ചെയ്യുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന ചെറിയൊരു ബുദ്ധിമുട്ട് അതൊരു പെർഫെക്ഷൻ കൊടുക്കില്ല എന്നുള്ളത് മനസ്സിലാക്കിക്കൊള്ളണം. ഇത് കുറച്ച് ഇപ്പം ഇസ്രായേൽ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ പോലും ഇത്രത്തോളം അവരിതിനെ പ്രതിരോധിച്ച് നിർത്തിയിരുന്നുവെങ്കിൽ അവരെ സമ്മതിച്ച് തന്നെ കൊടുക്കണം പ്രിയ സഹോദരങ്ങളെ. ഇറാൻ ശക്തിയെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്തു. ഇറാന്റെ കഴുസം കീറി കിടക്കുകയും ഈ വിവരം കെട്ടവന്മാർ എന്ന് നന്നാകും എന്ന് ഈ സുടുക്കൾ എന്ന് പറയുന്ന ഈ കൊതമതിന്റെ ആൾക്കാർക്ക് എന്ന് ഈ ബുദ്ധി ഉണ്ടാകും? ഇറാന്റെ കഴുസം കീറി ഇസ്രായേൽ കൊടുത്തു. അവന്മാരുടെ ശാസ്ത്രജ്ഞന്മാരെ കൊന്നു. IRGCയിലുള്ള സകല നേതാക്കന്മാരെയും കൊന്നു. ഒരുത്തനെ കൊന്നു, അടുത്തവൻ വന്നു, അടുത്തവനെയും കൊന്നു. ഇപ്പൊ എലിമിനേറ്റ് ആയിട്ട് ഒരുത്തനും വരാനില്ല. അങ്ങനെ കളിസം കീറിക്കൊടുത്തു. പിന്നെ ആണവ കേന്ദ്രങ്ങൾ തകർത്തു. പിന്നെ എണ്ണ ഫാക്ടറികൾ തകർത്തു. പിന്നെ അവരുടെ വാർത്താ ചാനലുകൾ തകർക്കപ്പെട്ടു. പോരാത്തതിന് അവരുടെ ആഭ്യന്തര മന്ത്രാലയം തകർക്കപ്പെട്ടു. അതുപോരാത്തതിന് അവരുടെ എയർപോർട്ടുകൾ തകർത്തെറിഞ്ഞു. പിന്നെ അവരുടെ ആയുധശേഖരം അവർ കരുതി വെച്ചിരുന്ന സ്ഥലം തകർത്തെറിഞ്ഞു. അങ്ങനെ അവരുടെ ആയുധങ്ങളെല്ലാം നശിപ്പിച്ചു. ഇങ്ങനെ പറ്റാവുന്ന മാക്സിമം അവരുടെ ഇസ്രായേലിന്റെ പുറത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽ നൃത്തം ചെയ്യുകയായിരുന്നു അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നിട്ടും സുടുക്കൾ ഇപ്പോഴും കരഞ്ഞ് മെഴുകുന്ന കാഴ്ച എന്ന് പറയുന്നത്, സുടുക്കൾ ഇപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അന്തിമ വിജയം കിട്ടിയത് ആർക്ക് കിട്ടിയെന്ന? വിജയം കിട്ടിയതിന് തള്ളാഹുവിനും കൂട്ടർക്കുമാണ് എന്നുള്ള രീതിയിലാണ് ആര് പറയുന്നത്? സുടുക്കൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.